ഒരു മൺകലത്തേൽ ഇരുമ്പെടുത്ത് അടിച്ചാൽ ഉടഞ്ഞു പോകുന്നത് പോലെ നിങ്ങളുടെ മക്കൾ നാനാഭാഗത്തേക്ക് ചെതറിപ്പോകുന്ന പറഞ്ഞത്. നമ്മുടെ പവിത്രമായ ഭവനത്തിൽ പ്രാർത്ഥനാ മുറി, നമ്മുടെ ഭവനം വെഞ്ചരിച്ച സ്ഥലം, നമ്മുടെ ഇടവക ദേവാലയം, അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇങ്ങനെയുള്ള അന്യ ദൈവങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല. ഇത് ഓണക്കളിയോ എന്ത് തന്നെ ആയിക്കോട്ടെ, എന്തിൻ്റെ പേരിലാണെങ്കിലും ഇതൊന്നും പള്ളിയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. ഇത് നമ്മുടെ ഭവനത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച് വേർതിരിച്ച് വിശുദ്ധമാക്കിയ സ്ഥലത്തേക്ക് അത് കൊണ്ടുവരാൻ പാടില്ല. കുറേയൊക്കെ ചെയ്യുന്നുണ്ട്, കുറച്ചൊക്കെ എന്താ പറയുന്നത്, ഓണത്തപ്പനെയും വെക്കും എന്നൊക്കെ പറഞ്ഞാൽ പോരാ. കുറച്ച് നിങ്ങളുടെ ഇഷ്ടം, കുറച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ഇത് എന്താ ഈ രണ്ട് വണ്ടത്തിൽ കാട് വെക്കണത്? അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആചാരങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം. ലീവറിൻ്റെ പുസ്തകം 5:17 എന്താ പഠിപ്പിക്കുന്നത്? ലീവർ 5:17 പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ച് പാപം ചെയ്യുന്നവൻ, അത് പഠിക്കാതെയാണ്, അത് അറിഞ്ഞിട്ടില്ല, അതിൻ്റെ ഹിസ്റ്ററി അറിയാൻ പാടില്ലായിരുന്നു, അറിയാതെയാണ് അത് ചെയ്തതെങ്കിൽ തന്നെയും കുറ്റക്കാരനാണ്. അവൻ തൻ്റെ തെറ്റിൻ്റെ ഉത്തരവാദിയായിരിക്കും. പുറപ്പാട് 23-24 കർത്താവിൻ്റെ വചനം വ്യക്തമായി നൽകുന്ന നിർദ്ദേശമാണ്. നമ്മൾ ശ്രദ്ധാപൂർവ്വം ശ്രവിക്കണം, അത് സൂക്ഷ്മതയിൽ അനുസരിക്കണം. നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. ആരാധിക്കുന്നില്ല, അതാണ് ഒരുപാട് വിശ്വാസികൾ പറയണത്. ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഞങ്ങൾ അതിന് പകരം മണ്ണും കൊണ്ടും കളിമണ്ണുണ്ടാക്കിയ ചില ഓണത്തപ്പനെയൊക്കെ കൊണ്ടുവന്ന് വെക്കണേ ഉള്ളൂ, ആരാധിക്കുന്നൊന്നുമില്ല. അങ്ങനെ ചില ആചാരങ്ങളൊക്കെ നമ്മൾ അടുത്ത വാക്യം എന്താ പറയണത്? ആരാധിക്കാതിരുന്നാൽ മാത്രം പോരാ, വേറെ ഒരു കാര്യം കൊണ്ട് കർത്താവ് നിരോധിച്ചിട്ടുണ്ട്. എന്താണ് ചെയ്യുന്നത്? നീ ഇമിറ്റേറ്റ് ചെയ്യരുത് അവരുടെ ആചാരങ്ങൾ. അത് നീ പഠിക്കണം, നീ അന്വേഷിക്കണം. എന്നിട്ട് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അതിനെ അനുവദിച്ചിട്ടുണ്ടോ നോക്കണം. ആ ആചാരങ്ങൾ നീ അനുകരിക്കരുത്. അനുകരിക്കുക എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അനുകരിക്കുക എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഇമിറ്റേറ്റ് ചെയ്യുക, അല്ലേ? അതുപോലെ ഇവിടെ കൊടുന്ന് പള്ളിയിൽ ഇതൊക്കെ ചെയ്യുക. നീ ഇമിറ്റേറ്റ് ചെയ്യരുത്. പള്ളിയിൽ കൊടുന്നിട്ട് നീ അത് ഇമിറ്റേറ്റ് ചെയ്യരുത്. കർത്താവ് വ്യക്തമായി വിലക്കിയിട്ടുള്ളതാണ്, നീ അത് ഇമിറ്റേറ്റ് ചെയ്യരുത്. നിന്റെ ദൈവമായ കർത്താവിന് സമർപ്പിതമായ ദേവാലയത്തിൽ നീ അത് ഇമിറ്റേറ്റ് ചെയ്യരുത്. പുറപ്പാടിൻ്റെ പുസ്തകം 23-13 ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളിലെല്ലാം നിങ്ങൾ നല്ല ശ്രദ്ധ വെക്കണം. അന്യദേവന്മാരുടെ നാമം നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാൻ പോലും ഇടവരരുത്. തമാശായിട്ട് പോലും ആ നാമം നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്രയും കർത്താവ് അതിനെ ഗൗരവത്തിൽ കാണുകയാണ്. ഇത് തമാശക്കെടെന്ന് പറയുക, ഒരു മൂളിപ്പാട്ട് പാടുക, നോ നോ, ഇത് നിനക്ക് നിരോധിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം വളരെ പ്രാധാന്യം കൊടുത്ത് നമുക്ക് നൽകിയിരിക്കുന്ന ഉത്ബോധനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഉത്ബോധനമാണത്. അങ്ങനെ നമ്മൾ അത് സാരമൊന്നുമില്ല, ഞാൻ ക്രിസ്ത്യാൻ, എനിക്ക് എന്തോ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് ഇളകി വശായി എന്ന് വിചാരിക്കുകയും എന്താ സംഭവിക്കാൻ പോണത്? ദൈവത്തിൻ്റെ വചനം ഒരു കാര്യം വളരെ വ്യക്തമായി വാഗ്ദാനം ചെയ്യാൻ വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾക്കും അതിനുശേഷം നിങ്ങളുടെ സന്തതികൾക്കും വേണ്ടി കാനാൻ നാട് പോലെ നൽകിയിട്ടുള്ള ആ ദേശത്ത് ഞാൻ നിങ്ങളെ ചിതറിച്ചു കളയും എന്ന് പറഞ്ഞാൽ, ഒരു മൺകലത്തേൽ ഇരുമ്പെടുത്ത് അടിച്ചാൽ ഉടഞ്ഞു പോകുന്നത് പോലെ നിങ്ങളുടെ മക്കൾ നാനാഭാഗത്തേക്ക് ചെതറിപ്പോകുന്ന പറഞ്ഞത്. നിയമാവർത്തനം 4-26-27 തിരഞ്ഞെടുക്കുന്നു. അതിൽ 27 ഒന്ന് വായിച്ചു നോക്കിക്കേ. കർത്താവ് നിങ്ങളെ ജനതകളുടെ ഇടയിൽ ചിതറിക്കും, നിങ്ങളിൽ ചുരുക്കം പേർ മാത്രം അവശേഷിക്കും. ആലോചിച്ച് നോക്കണം, നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ച് നോക്കണം. ഇതൊക്കെയാണ് നമ്മൾ കാട്ടിക്കൂട്ടിയത് ഇവിടെ കുറച്ച് കാലങ്ങളായിട്ട്. നിങ്ങൾ അറ്റുപോകും, നാനാ രാജ്യങ്ങളിലേക്ക് ജനതകളുടെ ഇടയിലേക്ക് ചിതറിക്കും, നിങ്ങളിൽ ചുരുക്കം പേർ മാത്രം അവിടെ ഉണ്ടാവും. ഭീഷണിയും നിറവേറ്റും. ഇരുമ്പ് വടി കൊണ്ട് മൺകലത്തെ അടച്ചാൽ ചെതറുന്നത് പോലെ ജനതകളുടെ ഇടയിലേക്ക് നിങ്ങളെ ചെതറിക്കൂ എന്ന് പറഞ്ഞാൽ ചെതറിച്ചിരിക്കും. നിങ്ങൾ അവസാനത്തതും അറ്റുപോകുന്നത് വരെ, നിങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നത് വരെ അവർ നിങ്ങൾക്ക് കെണിയും. ആരുടെ സംപ്രീതിക്ക് വേണ്ടി, ആരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, ആരുമായിട്ട് ഐക്യവും സ്നേഹവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇതെല്ലാം കാട്ടിക്കൂട്ടിയോ, അവർ നിങ്ങൾക്ക് കെണി, കാലിന് കെണി,
കുടുക്ക്, കഴുത്തിന് കുടുക്ക്, മുതുകിന് ചാട്ട, കണ്ണിന് മുള്ള്. പോരെ? കണ്ണിന് മുള്ളും, കാലിന് കെണിയും, മുതുകിന് ചാട്ടയും, കഴുത്തിന് കുടുക്കുമായിട്ട് മാറും. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിൽ, നിങ്ങളുടെ ദൈവമായ കർത്താവിന് പ്രാർത്ഥനകളും സ്തുതികളും അർപ്പിക്കുന്ന ആലയത്തിൽ ഇങ്ങനെയുള്ള ആചാരങ്ങൾ കൊണ്ടുവന്ന് അത് അനുകരിച്ച് കാര്യങ്ങൾ അവിടെ അനുഷ്ഠിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്ന ആലയങ്ങളിലും കോമ്പൗണ്ടുകളും നിങ്ങൾ പവിത്രമായി കാത്തു സൂക്ഷിക്കണം. അത് കർത്താവിന് പ്രതിഷ്ഠിതമാണ്. വീടുകളും നിങ്ങളുടെ ശരീരങ്ങളും കാത്തു സൂക്ഷിക്കണം. നിങ്ങൾക്ക് ഒരു കെണിയാകാതിരിക്കാൻ, അണ്ടർലൈൻ ചെയ്തേ, അവയിലുള്ള വെള്ളിയോ സ്വർണമോ മോഹിക്കുകയോ എടുക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന് ഇത് നിന്ദ്യമാണ്. ഇത് പള്ളി കോമ്പൗണ്ടിലേക്ക് കൊണ്ടുവരരുത്, ഇത് ഭവനത്തിലേക്ക് കൊണ്ടുവരരുത്. നിങ്ങളും ശാപഗ്രസ്തരാകാതിരിക്കാൻ നിന്ദ്യമായ ഒരു വസ്തുവും വീട്ടിലേക്ക് കൊണ്ടുവരരുത്. അതിനെ നിശേഷം ഉപേക്ഷിക്കണം. നാം തന്നെ നമ്മുടെ തകർച്ചയ്ക്ക് വാതിൽ തുറന്നിടുകയാണ്. ഒരു മൺകലത്തേൽ ഇരുമ്പെടുത്ത് അടിച്ചാൽ ഉടഞ്ഞു പോകുന്നത് പോലെ നിങ്ങളുടെ മക്കൾ നാനാഭാഗത്തേക്ക് ചെതറിപ്പോകുന്നവരുടെ